ഹേ ഓൾ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിവേയ്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഡ്രൈവൊക്കെ പോകാമെന്ന് കരുതി. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു വാക്കിങ്ങും ആകാം. അങ്ങനെ അതിന് മുമ്പായിട്ട് ഈ ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല അടിപൊളി ഒരു ഫിൽറ്റർ കോഫി കുടിച്ച് നല്ല റിലാക്സ് ആയിട്ടിരുന്നു. ദ കോഫി വാസ് നൈസ്, ബട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദ കോഫി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഒരു 2-3 സിപ്പ് എടുത്തപ്പോഴേക്കും കോഫി തീർന്നതറിഞ്ഞില്ല. അങ്ങനെ എപ്പോഴും ഞങ്ങൾ നടക്കാനൊക്കെ ഈ സ്ഥലത്തോട്ടാണ് വരൽ കേട്ടോ. ഇവിടേക്ക് പറയാറ് റൈസ് ക്രോസ് എന്നാണ്. അങ്ങനെ എൻ്റെ ചെറിയ ആൾക്ക് അവിടെ സൈഡിലൊക്കെ ബലൂൺസൊക്കെ സെയിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ആൾക്ക് എന്തായാലും ഒരു ബലൂൺ കാണാം. ചില സമയത്തൊക്കെ അവൻ്റെ വാഷിക്ക് ഞങ്ങൾ നിന്ന് കൊടുക്കാറുണ്ട്, പക്ഷേ എപ്പോഴും ഇല്ല കേട്ടോ. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വാക്ക് ചെയ്യായിരുന്നു. ഇതൊരു 3 കിലോമീറ്റേഴ്സോളം ഒരു റൗണ്ടാണ് ഈ ഒരു വാക്കിംഗ് പാത്ത്. ഇവിടെ ഓൾമോസ്റ്റ് ഓൾ ടൈം നല്ല ക്രൗഡ് ഉണ്ടാവാറുണ്ട്, എക്സ്പെഷ്യലി ഈവനിങ് ആൻഡ് മോർണിംഗിൽ. ഒരു 10-11 മണി വരെ രാത്രി നല്ല ക്രൗഡ് ഉണ്ടാവും. എനിവേ ഞങ്ങൾ ഈ റൗണ്ട് ഫുള്ളൊന്നും ആക്കാൻ നിന്നില്ല. ഒരു പകുതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫിനിഷ് ചെയ്തു. കാരണം ഈ മക്കളെ വെച്ചിട്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ വലിയ ആൾ എല്ലായിടത്തും പോയി ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ്പെഷ്യലി പബ്ലിക് ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും അവൻ്റെ കൺട്രോളൊന്നും അല്ലായിരിക്കും. അവൻ എല്ലായിടത്തും പോയി ഇങ്ങനെ ടച്ച് ചെയ്യും. എന്നാൽ അവനൊരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വഴികളൊന്നും അറിയില്ല. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കുറേ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ വഴി എക്സ്പേർട്ടാണ് കേട്ടോ. ബിക്കോസ് ആളിവിടെയാണ് പഠിച്ചതും ഇവിടെ തന്നെയാണ് ജോബ് ചെയ്യണതൊക്കെ. അപ്പം കണ്ണടച്ച് പോയാലും ആൾക്ക് വഴി അറിയും. ഈ ഒരു പോകുന്ന വഴിയിൽ ഒരുപാട് ഷോപ്സ് കാണാം കേട്ടോ, റോഡ് സൈഡിനൊക്കെ. ഈ ഒരു ഏരിയയിൽ മെയിനായിട്ടുണ്ടാവുക ഫ്ലവേഴ്സിൻ്റെ ഷോപ്സ് ആയിരിക്കും. അധികം അവിടെ ഫ്ലവേഴ്സ് ആയിരിക്കും സെയിൽ ചെയ്യുന്നുണ്ടാവുക. ഈ ഫ്ലവേഴ്സിൻ്റെ വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഷോപ്സ് ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ.